NCERT പുസ്തകത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പ്രധാന ചോദ്യങ്ങൾ. വാട്ട് ഈസ് ദ ഹെഡ് വാട്ടർ ഓഫ് ദ ഗംഗ കോഡ് ആൻഡ് വിച്ച് ഗ്ലേസിയർ ഫീഡ്സ് ഇറ്റ്? ഗംഗാ നദി അതിൻ്റെ ആരംഭത്തിൽ ഭഗീരഥി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഗ്ലേസിയർ ആണ്. വേർ ഡസ് ദ ഗംഗ ജോയിൻ ദ അളകനന്ദ? ഗംഗാ നദി അളകനന്ദ നദിയുമായി കൂടിച്ചേരുന്നത് ഉത്തരാഖണ്ഡിലെ ദേവപ്രയാഗ് എന്ന സ്ഥലത്ത് വെച്ചാണ്. Where does the Ganga emerge from the mountains to the plains? ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാകാൻ സാധ്യതയുണ്ട്. ഹരിദ്വാറിൽ വെച്ചാണ് ഗംഗാ നദി പർവ്വതങ്ങളിൽ നിന്ന് സമതലങ്ങളിലേക്ക്, അതായത് പ്ലെയിൻസിലേക്ക് പ്രവേശിക്കുന്നത്. വിച്ച് ആർ ദ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ദ ഗംഗ? യമുന, ദ ഗാഗ്ര, ഗണ്ഡക് കൂടാതെ കോസി എന്ന നദികൾ. ഫ്രം വെയർ ഡസ് ദ യമുന റൈസ്? ഹിമാലയത്തിലെ യമുനോത്രി ഗ്ലേസിയറിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. വേർ ഡസ് ദ യമുന മീറ്റ് ദ ഗംഗ? യമുന നദി ഗംഗാ നദിയുമായി കൂടിച്ചേരുന്നത് അലഹാബാദിൽ വെച്ചാണ്, പ്രയാഗ്രാജ്. ഇത് ത്രിവേണി സംഗമം എന്നും അറിയപ്പെടുന്നു. വേർ ഡു ദ ഗാഗ്ര, ദ ഗണ്ഡക് ആൻഡ് ദ കോസി റൈസ്? ഗംഗാ നദിയുടെ പോഷക നദികളായ ഘാഗ്ര, ഗണ്ഡക്, കോസി എന്നീ നദികൾ നേപ്പാൾ ഹിമാലയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വിച്ച് ട്രിബ്യൂട്ടറീസ് ഓഫ് ദ ഗംഗ കം ഫ്രം ദ പെനിൻസുലാർ അപ്ലാൻഡ്സ്? പെനിൻസുലാർ അപ്ലാൻഡ്സിൽ നിന്ന് ഉത്ഭവിച്ച് ഗംഗാ നദിയുമായി ചേരുന്ന പോഷക നദികളാണ് ചമ്പൽ, ബെത്തുവ, സോൺ എന്നീ നദികൾ. വെൻ വാസ് ദ നമാമി ഗംഗ പ്രോഗ്രാം സ്റ്റാർട്ടഡ്? ഗംഗാ നദിയെ റിജുവിനേറ്റ്, പുനരുദ്ധാരണം ചെയ്യുന്നതിനായി നമാമി ഗംഗ പ്രോഗ്രാം ആരംഭിച്ചത് 2014 ജൂൺ മാസത്തിലാണ്. അപ് ടു വിച്ച് പ്ലേസ് ഡസ് ദ ഗംഗ ഫ്ലോ ഈസ്റ്റ് വേഡ് ആൻഡ് വാട്ട് ഹാപ്പൻസ് ദെയർ? വെസ്റ്റ് ബംഗാളിലെ ഫറാക്ക വരെയാണ് ഗംഗാ നദി ഈസ്റ്റ് ഡയറക്ഷനിൽ ഒഴുകിച്ചെല്ലുന്നത്. അതിനുശേഷം ഗംഗാ നദി രണ്ടായിട്ട് പിരിയുന്നു. വിച്ച് ബ്രാഞ്ച് ഫ്ലോസ് ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ ആഫ്റ്റർ ബിഫർക്കേഷൻ അറ്റ് ഫറാക്ക? ഭഗീരഥി ഹൂഗ്ലി, ഗംഗാ നദിയുടെ ബിഫർക്കേഷൻ ശേഷം ഭഗീരഥി ഹൂഗ്ലി ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുന്നത്. വാട്ട് ഹാപ്പൻസ് ടു ദ മെയിൻ സ്ട്രീം ഓഫ് ദ ഗംഗ ആഫ്റ്റർ ഫറാക്ക? ഗംഗാ നദിയുടെ മെയിൻ സ്ട്രീം പിന്നീട് ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്ര നദിയുമായി കൂടിച്ചേരുന്നു. പിന്നീട് ഇത് മേഘ്ന എന്ന പേരിലാണ് ഒഴുകുന്നത്. ഇവിടെ രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ.